ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയമുള്ളവരെ, അല്പസമയം നിങ്ങളുടെ മുൻപിൽ നിന്നുകൊണ്ട് തിരുവഴുത്തിലെ ചില വേദഭാഗങ്ങൾ മാത്രം ഓർമ്മിപ്പെടുത്തുകയാണ്. കർത്താവായ യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളവിൽ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയാൽ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവാനാണ്. സുവിശേഷം എന്നത് യേശുക്രിസ്തു തന്നെയാണ്. അത് സമാധാനവും സന്തോഷവും സ്നേഹവും. കാരണം യേശു ശിഷ്യന്മാരോടും പറഞ്ഞു, നിങ്ങൾ എവിടെ ചെന്നാലും അവിടെയൊക്കെയും ഇപ്രകാരം പ്രസംഗിക്കുവിൻ എന്ന്. ഓരോ ദിവസവും നമ്മുടെ ജീവിത പാതകളിൽ, നമ്മുടെ ജീവിതത്തിൽ അനേക പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യനെ സംബന്ധിച്ച് അവൻ പരാജയപ്പെടേണ്ടവനല്ല, മറിച്ച് അവന്റെ ജീവിതയാത്രയിൽ വരുന്ന പ്രതികൂലങ്ങളെയൊക്കെയും ജയിക്കേണ്ടവൻ. മനുഷ്യൻ പരാജയപ്പെട്ടു പോകുവാൻ വേണ്ടിയല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ മനുഷ്യൻ പരാജയപ്പെട്ടു പോയി എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. അത് അനുസരിക്കാതെ വന്നപ്പോൾ, മാതാപിതാക്കളെ അനുസരിക്കാതെ ജീവിതം നയിച്ചാൽ അത് പരാജയത്തിന്റെ ഒരവസ്ഥയാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പരാജയത്തെയല്ല യേശു നമുക്ക് കാണിച്ചു തരുന്നത്, വിജയത്തെ. നാം വിജയിക്കുവാൻ വേണ്ടിയാണ് യേശു ഈ താണഭൂമിയിലേക്ക് തന്റെ ദൈവികമായ എല്ലാ പദവികളും ഉപേക്ഷിച്ച് ഇറങ്ങി വന്നു. താനിവിടെ വന്ന് മാനവരാശിക്ക് വേണ്ടി അവരുടെ കഷ്ടതകളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും, അവരുടെ ദാരിദ്ര്യങ്ങളിൽ നിന്നും, രോഗത്തിന്റെ അവസ്ഥകളിൽ നിന്നൊക്കെയും വിടുവിക്കുവാൻ ദൈവമായ കർത്താവ് ഈ ഭൂമിയിലേക്ക് വരുവാൻ ഇടയാണ്. അതാണ് നാം തിരിച്ചറിയുക. നാം ഇന്നലെ വരെ അനേക കഷ്ടതകളിൽ കൂടിയാണ് നമ്മുടെ ജീവിതം കടന്നുപോയത്. പ്രത്യാശയില്ലാത്ത ഒരു ജീവിതമായിരുന്നുവെങ്കിൽ യേശുവിൽ നാം വിശ്വസിക്കുകയും യേശു നമ്മുടെ ഹൃദയത്തിൽ ജീവിച്ചിരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, പ്രിയമുള്ളവരെ, തീർച്ചയായും നല്ല പ്രത്യാശയുള്ള ഒരു ജീവിതം തന്നെ ദൈവം നമുക്കായി ഒരുക്കി. അതിനാണ്, അത് അനുഭവിക്കുവാനാണ്, സന്തോഷിക്കുവാനാണ്. ആ പ്രത്യാശ നമുക്ക് നൽകിയ ദൈവത്തെ നാം അറിയുവാനാണ്, അംഗീകരിക്കുവാനാണ്, ആ ദൈവത്തിൽ വിശ്വസിക്കുവാനാണ് നാം പഠിക്കുക. ഇവിടെ അതേ ദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടത് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണ്ടത്. ഒരു വ്യക്തി അത് ദുഃഖത്തിൽ മുങ്ങിപ്പോകുവാൻ നമ്മൾ കാരണമാകരുത്. നമ്മൾ മുഖാന്തരം മറ്റൊരാൾ വേദനിക്കുകയോ അവർക്ക് എന്തെങ്കിലും നാശമോ നഷ്ടമോ ഉണ്ടാകുവാൻ ഒരവസരത്തിനായി നാം കാത്തിരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യരുത്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് അതിൽ നിന്ന് ലഭിക്കുന്നത്? അല്പസമയത്തേക്ക്
ഒരാശ്വാസം. ആ വ്യക്തിയും അവന്റെ കുടുംബവും തകർന്നു വീഴുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയുകയില്ല. അതാണ് ദൈവം പറയും. അതിദുഃഖത്തിൽ മുങ്ങിപ്പോകാതിരിക്കേണ്ടത് നിങ്ങൾ അവനോട് ക്ഷമിക്കുകയും അവനെ ആശ്വസിപ്പിക്കുകയും തന്നെ വേണം. അങ്ങനെ നാം ചെയ്യുമ്പോൾ, നാം ജീവിതം മുൻപോട്ട് നയിക്കുമ്പോൾ മറ്റുള്ളവരുടെ വേദനകളിൽ, പ്രയാസങ്ങളിൽ അവരെ ആശ്വസിപ്പിക്കുകയും അവരെ സഹായിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അതാണ് പ്രിയമുള്ളവരെ ഏറ്റവും വലിയ ഒരു പ്രവൃത്തി മനുഷ്യനോട് ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതാണ് യേശു കർത്താവ് ചെയ്തത്. കാരണം നമുക്കൊന്നും യാതൊരു യോഗ്യതയുമില്ലാത്ത അവസ്ഥയിൽ നിന്ന് ദൈവത്തെ തിരിച്ചറിയുവാനും ദൈവത്തിനെ ആശ്രയിക്കുവാനും നമ്മെ സഹായിക്കുവാൻ മറ്റാർക്കും കഴിയാത്ത അവസ്ഥയിൽ നമ്മെ സഹായിക്കുവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു കർത്താവ് മാത്രമാണ്. മറ്റെല്ലാവരുടെയും സ്നേഹവും സ്വാതന്ത്ര്യങ്ങളുമൊക്കെ അല്പസമയത്തേക്ക് മാത്രമാണ്. അതിനുശേഷം അവരവരുടേതായ കാര്യങ്ങൾക്കായി അവർ തിരികെ പോകും. ഇവിടെ എബ്രേയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 32-ാമത്തെ വാക്യം പറയുന്നത്, നിങ്ങൾ തമ്മിൽ മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിക്കും. വാസ്തവമായി നമുക്ക് ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുവാനോ നമ്മുടെ പരാതികളോ നമ്മുടെ ആവലാതികളോ വേദനകളോ ഒന്നും പറയുവാനുള്ള ഒരു അവകാശം പോലും നമുക്കില്ല. എന്നാൽ ദൈവം നമ്മെ തള്ളിക്കളഞ്ഞില്ല. യേശു നമ്മെ ഉപേക്ഷിച്ചില്ല, കൈവിടുന്നില്ല. നമുക്ക് വേണ്ടി നാം ദൈവം ആരാണെന്ന് അറിയുന്നതിന് വേണ്ടി, ദൈവത്തിന്റെ സ്നേഹം എന്താണെന്ന് അറിയുന്നതിന് വേണ്ടി, ആ സ്നേഹം അനുഭവിക്കുവാൻ വേണ്ടി നമ്മെ ഓർത്തു. അതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. അർഹിക്കപ്പെടുവാൻ കഴിയാത്ത സ്നേഹം, അർഹിക്കപ്പെടുവാൻ കഴിയാത്ത സ്നേഹം നമുക്ക് നൽകിയത് യേശു കർത്താവ്. പലരും പറയുകയില്ലയോ, അതിനൊന്നും ആ മനുഷ്യൻ അർഹതപ്പെട്ടതല്ല, അർഹിക്കുന്നില്ല. ആ മനുഷ്യൻ ഇപ്പോൾ അനുഭവിക്കുന്നതായ ആ വലിയ വേദന അദ്ദേഹത്തിന് വേണ്ടത് തന്നെ ആയിരുന്നു എന്ന് ചിലപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ തോന്നുന്നുവെങ്കിൽ അതാണ് ശത്രുതാ മനോഭാവം. അങ്ങനെ ഒരു ശത്രുതാ മനോഭാവം നമ്മുടെ ഹൃദയത്തിൽ നാം സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പുറംതിരിഞ്ഞു നിൽക്കും. നമ്മുടെ ഒരു പ്രാർത്ഥനയും ദൈവം കേൾക്കുകയില്ല. നാം എന്തെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്തെന്നാലും, എന്ത് ത്യാഗം ചെയ്താലും അതൊന്നും ദൈവം കേൾക്കുകയോ നമ്മോട് ക്ഷമിക്കുകയോ ചെയ്യുകയില്ല. കാരണം മാനവരാശി അവരുടെ ആത്മാവ് നശിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. അതിനെ രക്ഷിക്കുവാൻ അവർക്ക് കഴിയുകയില്ല. അവരുടെ വിദ്യാഭ്യാസത്തിന് കഴിയുകയില്ല, അവരുടെ ഭൗതികമായ നന്മയ്ക്ക് കഴിയുകയില്ല, സ്ഥാനമാനങ്ങൾക്ക് കഴിയുകയില്ല എന്ന് ദൈവം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് തന്റെ ഏകനാഥനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചതും. 2 കള്ളന്മാരുടെ മധ്യത്തിൽ ക്രൂശിച്ചു മരിച്ചടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കയറിപ്പോയി. ഞാൻ വീണ്ടും വരും എന്നുള്ള ആ പ്രത്യാശ നമുക്ക് നൽകുവാൻ ഇടയായി. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-ാമത്തെ വാക്യം, അതിക്രമങ്ങളാലും നിങ്ങളുടെ ജഡത്തിന്റെ ഗൃഹജന്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോട് കൂടെ ജീവിപ്പിച്ചു. മരിച്ചവരാണ് മനുഷ്യൻ ഓരോ ദിവസവും ചെയ്തു കൂട്ടുന്ന പാപങ്ങൾ നാം പത്രങ്ങളിലും മറ്റു മീഡിയകളിലുമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പാപത്തിന്റെ കാഠിന്യം എത്ര വലുതാണ്. അതില്ലാതെയാക്കുവാനാണ് യേശു കർത്താവ് ഈ ഭൂമിയിലേക്ക് വഹിക്കുന്നത്.
പരസ്പരം സ്നേഹിക്കുക, പ്രത്യാശയുള്ളവരായി ജീവിക്കുക. കർത്താവ് വരും, അവരവിലേക്ക് അവനോടുകൂടെ ചേർക്കപ്പെടണം, അവനോടുകൂടെ എന്നെ അവനെടുക്കപ്പെടണം. അവനൊരുക്കിയിരിക്കുന്ന നിത്യതയിൽ എനിക്കും അവനോടുകൂടെ വസിക്കണം എന്നുള്ള പ്രത്യാശ അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഹോശേയ 14-ന്റെ 4 പറയുന്നു, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ശിക്ഷിച്ച് സൗഖ്യമാക്കും, എന്റെ കോപം അവരെ വിട്ടുമാറിയിരിക്കയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും എന്ന്. അപ്പോൾ മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഏറിയാൽ എന്തെങ്കിലും 80 എന്ന ഒരു ചെറിയ കാലയളവാണ് ഒരു മനുഷ്യന്റെ ജീവിതം ഈ ഭൂമിയിലുള്ളത്. എന്നാൽ കൃത്യമായി അത് പറയുവാൻ കഴിയുകയില്ല. അവൻ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുന്നത് എപ്പോഴാണെന്ന് ഒരു മനുഷ്യനും അറിഞ്ഞുപോയി. ആ ദിവസം നമ്മോട് കൂടെ യാത്ര ചെയ്യുന്നു. ഒരിക്കലും നമ്മെ പിടിക്കാം. അതിനു മുൻപ് പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ രക്ഷകനും കർത്താവുമായി സ്വീകരിക്കും. അതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ ഒന്നേറ്റു പറയുന്നവരാണെങ്കിൽ ദൈവത്തിന് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം നമ്മുടെ ദാനധർമ്മത്തെക്കാൾ, നമ്മളുടെ സൽപ്രവർത്തികളെക്കാൾ എല്ലാം ഏറ്റവും ഉന്നതമായ ഒന്നാണ് ദൈവം ആഗ്രഹിച്ചത്. പ്രകാരം ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം നാം നയിക്കുന്നു. ഇബ്രാഹിം ലേഖനം 10-ാം അധ്യായം 17-ാമത്തെ വാക്യം പറയുന്നത്, അവരുടെ പാപങ്ങളെയും അകൃത്യങ്ങളെയും ഞാനിനി ഓർക്കുകയുമില്ല എന്നരുളി ചെയ്യുന്നു. ഒന്നേറ്റു പറയുന്ന മനുഷ്യന്റെ പാപവും അകൃത്യവും ദൈവം ഓർക്കുകയില്ല എന്ന്. അതിനുള്ള അവസരമാണിത്. ആ അവസരം നാം പാഴാക്കുക. കാരണം മനുഷ്യന്റെ ജീവൻ എന്നാണ് മാറ്റപ്പെടുന്നത്, എടുക്കപ്പെടുന്നത് എന്ന് ആർക്കും അറിഞ്ഞുകഴിഞ്ഞു. ആയതിനാലാണ് പ്രിയമുള്ളവരെ ഒരു ഏറ്റുപറച്ചൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക. അതുകൊണ്ട് നമുക്ക് അനുഗ്രഹമല്ലാതെ മറ്റൊന്നുമില്ല. നമുക്ക് വലിയ സംതൃപ്തി ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാകും. ഇതുവരെയും ഉള്ളടങ്ങിയ ഒരു ജീവിതമായിരുന്നു നാം നയിച്ചിരുന്നതെങ്കിൽ ദൈവത്തോട് നിന്ന് ഏറ്റുപറയുകയാണ്, എന്റെ ഈ അവസ്ഥയിൽ നിന്ന് എന്നെ വിടുവിച്ച നിത്യമായ വെളിച്ചത്തിലേക്ക് എന്നെ നടത്തണമേ, നിന്റെ ഹിതം പോലെ എന്നെ നടത്തണമേ, നിന്റെ ഹിതം എന്റെ മേൽ നിറവേറണമേ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം എന്റെ ജീവിതത്തിൽ നിറവേറണമേ എന്ന് ഏതൊരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നുവോ എത്ര വലിയ സന്തോഷമായിരിക്കും അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്നു. അതിനാണ് ഒരുങ്ങി. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യം പറയുകയാണ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഇവിടെ കടമെന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിലെ ദൈവത്തിന് വിരോധമായിട്ടുള്ള കുറവുകളെ. നമ്മൾ മറ്റൊരാളോട് ക്ഷമിക്കുമ്പോൾ ദൈവം ക്ഷമിക്കുന്നത് നമ്മുടെ കുറവുകളെ. ദൈവം നമ്മുടെ കുറവുകളെ ക്ഷമിച്ചാൽ ഒരു സമൂഹത്തിനോ മറ്റുള്ളവർക്കോ നമ്മളെ കുറ്റം വിധിക്കുവാൻ കഴിയുകയില്ല. കാരണം ഇപ്പോഴാ മനുഷ്യൻ ഒരു പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുകയാണ്.
ഇന്നലെ വരെ കണ്ടിരുന്ന ആ വ്യക്തിയല്ല ഇപ്പോഴുള്ളത്. ഇപ്പോൾ ക്രിസ്തുയേശുവിൽ പുതിയ സൃഷ്ടിയായി മാറിയിരിക്കുകയാണ്. അതിൻ്റെതായ എല്ലാ തെളിവുകളും ആ മനുഷ്യനിൽ ഉണ്ടാകും. അതാണ് ദൈവം നമ്മെ സ്നേഹിക്കുമ്പോൾ, ദൈവത്തോട് നാം ഏറ്റുപറയുമ്പോൾ ദൈവം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സമാധാനവും സന്തോഷവും സ്നേഹവും, അത് അനുഗ്രഹമായി നമ്മളും നമ്മുടെ തലമുറകളും അനുഭവിക്കേണ്ടി ഇരിക്കുവാനുള്ള. ആയതിനാൽ പ്രിയമുള്ളവരെ, ഈ അല്പകാലം നാം തള്ളിക്കളയാതെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായ യേശുവിനെ സ്വീകരിക്കണമേ എന്ന അപേക്ഷയോടും പ്രാർത്ഥനയോടും കൂടെ നിങ്ങളെ എല്ലാവരെയും കർത്താവായ യേശു ക്രിസ്തു ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യേശുവിന്റെ സമാധാനവും സ്നേഹവും നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ വസിക്കട്ടെ എന്ന പ്രാർത്ഥനയോടും കൂടെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കും.